ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു കൊഞ്ച് കറിയാണ്. വളരെ നാടൻ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് കൊഞ്ച് മതി നമുക്ക് കുറച്ച് കൂടുതൽ പേർക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് കൊഞ്ച് ഉപയോഗിച്ച് നല്ല കൊഞ്ചിൻ്റെ ടേസ്റ്റുള്ള ഒരു കിടിലൻ കറി നമുക്ക് കൂടുതൽ പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ കൊഞ്ച് കറി ചോറിനോടൊത്തോ നമുക്ക് ദോശയോടൊത്തോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീരും വരയ്ക്കും കാണുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ കൊഞ്ച് കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കടച്ചക്കയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ശീമച്ചക്ക എന്നും പറയും. ഇതിൻ്റെ തോലെല്ലാം ചെത്തി മാറ്റിയിട്ട് കഷ്ണം പീസസായിട്ട് മുറിച്ച് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് 2 കഷ്ണം മാത്രമേ ഞാനിവിടെ കറിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ മാറ്റി വെച്ചു. 2 പീസസ് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസായിട്ട് മുറിച്ച് വീണ്ടും അത് വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പോലെ ഇത് പെട്ടെന്ന് കറുത്തു പോകും കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു മൺചട്ടി വെച്ച് കൊടുത്തു. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചക്കയൊക്കെ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലോട്ട് 1.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ആ പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടെ നടുക്കുന്ന പിളർന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ചട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. കടച്ചക്കയൊക്കെ നല്ലപോലെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. വീണ്ടും ഞാൻ മണ്ണിനെ തന്നെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഇതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. എന്നിട്ട് നല്ല പോലെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് തേങ്ങ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ചെറിയുള്ളിയാണ്. 4 ചെറിയുള്ളി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തു. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെയൊക്കെ നിറം ഒന്ന് നല്ല പോലെ മാറി തുടങ്ങുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ്. ഹോൾ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്കിത് വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 8 വറ്റൽമുളകാണ്. ഉണക്കമുളക് അത് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും മുളകിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ ഒരേപോലെ മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി. അത് നല്ല പോലെ പിച്ചി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 2 മിനിറ്റ്സ് ചെറിയ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചതിന് ശേഷം ഇത് നല്ല പോലെ മിക്സറിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കണം. കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം തൊടാതെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. മിക്സറിൻ്റെ ജാറിലും അങ്ങനെ അരച്ചെടുക്കാം. ബാക്കിലോട്ട് ഇങ്ങനെ വിപ്പ് ചെയ്ത് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്തിട്ട് ആ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടച്ചക്കയും നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത കൂട്ടുമൊക്കെ നല്ല പൊളൊന്ന് ചേർന്നൊന്ന് തിളച്ച് വരണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് കൊഞ്ചാണ്. ഓൾമോസ്റ്റ് ഒരു 18 കൊഞ്ചോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കഴുകി വൃത്തിയാക്കി ഡീവെയിൻ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൊഞ്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം കേട്ടോ. ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുവറുത്ത് ചേർക്കാം.
വറുത്ത് ചേർക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയതിന് ശേഷം അതും കൂടെ ചേർത്ത് ഒരു 10-20 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. നല്ല വറുത്തരച്ചൊരു കൊഞ്ച് കറിയാണ്. എല്ലാവരും ഈ കറി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.